ഓക്കെ, ഇത് ആക്ച്വലി നമ്മുടെ SSC ഫേസ് 12 എക്സാമിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യനിൽ പറയുന്നത് ഒരു സ്റ്റോർ കീപ്പർ ആണെങ്കിൽ പറയുവാണ് ഒരു ഡിസ്കൗണ്ട് തരാം. ആ ഡിസ്കൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. ഇപ്പോൾ ഒരു ഷാമ്പു വാങ്ങിക്കുവാണെങ്കിൽ അടുത്ത ഷാമ്പുവിന് 60% വില കുറച്ച് തരാം. സെയിം ക്വാണ്ടിറ്റി ആണ്, സെയിം പ്രൈസ് ആണ്. ഓക്കെ, അതാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇനി പറഞ്ഞിരിക്കുന്നത് പുള്ളിക്ക് കിട്ടിയ പ്രോഫിറ്റ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കണം. ഓക്കെ, പുള്ളിക്ക് കയ്യിൽ നിന്ന് ചെലവായത് മാർക്കറ്റ് പ്രൈസിനേക്കാളും 60% കുറവാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, മാർക്കറ്റ് പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കടക്കാർ നമ്മുടെ ഫ്രണ്ടിൽ പ്രിന്റ് ചെയ്തിരുന്ന പ്രൈസ് ആണ് മാർക്കറ്റ് പ്രൈസ്. ഓക്കെ, അപ്പോൾ ഞാനാണെങ്കിൽ മാർക്കറ്റ് പ്രൈസ് 100 എടുക്കുവാണ്. മാർക്കറ്റ് പ്രൈസ് 100 എടുക്കുവാണ്. ഓക്കെ, ആദ്യം നോക്കുക പുള്ളിന്റെ കോസ്റ്റ് പ്രൈസ്, കയ്യിൽ നിന്ന് ചെലവായത്, വിച്ച് ഇസ് ബിലോ 60%. അതായത് 60% കുറവാണ്. അതായത് പുള്ളിക്ക് 100ന്റെ 60% എന്ന് വെച്ച് കഴിഞ്ഞാൽ 40% അല്ലേ, 40 കുറവാണ്. ഇതാണ് കോസ്റ്റ് പ്രൈസ്. ഇനി ഇവിടെ എന്തിനാണ് 2 എണ്ണം എടുത്തതെന്ന് ഡൗട്ട് ഉണ്ടാവും. 2 എണ്ണം എടുത്ത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഷാമ്പു വാങ്ങിക്കുമ്പോഴാണ് അടുത്ത ഷാമ്പുവിന് 60% കുറച്ച് പ്രൈസ് കിട്ടുന്നത് അല്ലേ. ഒരു ഷാമ്പു വാങ്ങിക്കുമ്പോഴാണ് അടുത്ത ഷാമ്പുവിന് 60% കുറച്ച് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഞാൻ 2 എണ്ണം എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഒരു ഷാമ്പു വാങ്ങിക്കുവാണ്. ആ ഷാമ്പുവിന് എനിക്ക് ഏതായാലും 100 രൂപ തന്നെ കൊടുക്കണം, കാരണം മാർക്കറ്റ് പ്രൈസ് 100 ആണ്. രണ്ടാമത്തെ ഷാമ്പുവിന് ആക്ച്വലി എന്താണ് ചെയ്യുന്നത്? ഒരു ഷാമ്പു വാങ്ങിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ ഷാമ്പുവിന് 60% വില കുറച്ച് കിട്ടും. 60% വില കുറച്ച് കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100ന്റെ 60% കുറച്ച് കഴിഞ്ഞാൽ 40 രൂപ. ഓക്കെ, അപ്പോൾ എനിക്ക് കയ്യിൽ നിന്ന് ചിലവായത് 80 രൂപ മാത്രമാണ്. ആ കടക്കാരന് ചിലവായത് 80 രൂപ മാത്രമാണ്. ഓക്കെ, കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് കിട്ടിയത് 140 രൂപയാണ്. 140 രൂപയാണ്. അതായത് 60 രൂപ ലാഭം കിട്ടി. 60 രൂപ ലാഭം കിട്ടി. 60 രൂപ എത്ര രൂപയ്ക്കാണ്? 60 രൂപ എത്ര രൂപ 60 രൂപ എപ്പോഴാണ് കിട്ടിയ? 80 രൂപ നമ്മുടെ കയ്യിൽ നിന്ന് ചിലവായപ്പോൾ. അപ്പോൾ പേഴ്സൻറ്റേജ് കണ്ടുപിടിക്കണം. ഓക്കെ, അല്ലെങ്കിൽ 60/, ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ 60/80 എടുക്കുക. 60/80 എടുത്തു കഴിയുമ്പോൾ നമുക്കറിയാം 3/4 എന്ന് പറയാം അല്ലേ. നമ്മൾ SSCക്ക് നമുക്ക് പേഴ്സൻറ്റേജ് ടു ഫ്രാക്ഷൻ കൺവേർഷൻ പഠിക്കാനുണ്ട്. 3/4 എന്ന് പറയുമ്പോൾ 75%. അപ്പോൾ 75% ഇതിന്റെ ആൻസർ. ഇത് ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് ആൻസർ കിട്ടാൻ പോകുന്ന 75% ആയിരിക്കും. സോ 75% ആയിരിക്കും ഈ ഒരു ക്വസ്റ്റ്യന്റെ ഫൈനൽ ആൻസർ ആയിട്ട് വരാൻ പോകുന്നത്.